അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മറവി രോഗത്തിന് പരിഹാരത്തിനായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായാർത്ഥന നടത്തിയ സംഭവമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. حدثنا أحمد بن أبي بكر أبي مصعب قال حدثنا محمد بن إبراهيم بن دينار عن ابن أبي ذئب عن سعيد المقبري عن أبي هريرة رضي الله عنه أنه قال قلت يا رسول الله صلى الله عليه وسلم إني أسمع منك حديثا كثيرا أنساه قال بسط رداءك فبسطه قال فعرف بيده ثم قال ضمه فضممته فما نسيت شيئا بعده. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ ഞാൻ പറയുകയുണ്ടായി, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ തങ്ങളിൽ നിന്ന് ധാരാളം ഹദീസുകൾ കേൾക്കുന്നു, പക്ഷേ എല്ലാം മറന്നു പോകുന്നു. ഈ ഒരു രോഗപരിഹാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ എൻ്റെ തട്ടം വിരിക്കാൻ കൽപ്പിച്ചു. ഞാനെങ്ങനെ തട്ടം വിരിച്ചു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് കൈകൾ കൊണ്ട് തട്ടത്തിലേക്ക് എന്തോ കോരിയിട്ടു. എന്നിട്ടത് നെഞ്ചോട് കൂട്ടിപ്പിടിക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ ആ തട്ടം നെഞ്ചോട് കൂട്ടിപ്പിടിക്കുകയും ചെയ്തു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കേട്ട ഒരു ഹദീസ് പോലും ഞാൻ മറന്നിട്ടില്ല. ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം ഇമാം ബുഖാരി റഹിമഹുല്ലാ സ്വഹീഹുൽ ബുഖാരിയിൽ ഇത് വ്യക്തമായി രേഖപ്പെടുത്തി. ഇനി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ: രോഗം മാറ്റുന്നവൻ അള്ളാഹുവാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന സ്വഹാബത്ത് അത് സുഖപ്പെടാനുള്ള കാരണങ്ങളുമായി ബന്ധപ്പെടുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായം ചോദിക്കുന്നത്. ചില മൗലവിമാർ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് പറഞ്ഞതെന്ന് തട്ടിവിടാറുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കലും പ്രാർത്ഥിക്കാൻ വേണ്ടി ഈ വിഷയത്തിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്നതിന് പകരം അഭൗതികമായ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ രോഗം സുഖപ്പെടുത്തുന്നു. പ്രശ്നപരിഹാരത്തിന് സഹായം ചോദിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കോ ഇത് ശിർക്കാണെന്നൊരിക്കലും തോന്നിയിട്ടില്ല. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ചില മുജാഹിദുകൾ ചോദിച്ചേക്കും, ജീവിച്ചിരിക്കുന്നവരോട് അഭൗതികമായ സഹായം തേടുന്നതിന് ഞങ്ങൾ എതിരല്ലല്ലോ എന്ന്. ഈ ഒരു സംസാരം പ്രമാണത്തിന് മുമ്പിൽ കുടുങ്ങിയപ്പോഴുള്ള ഒരു രക്ഷപ്പെടൽ തന്ത്രം മാത്രമാണ്. കാരണം അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിൽ മുജാഹിദുകളുടെ നേതാവായ കുഞ്ഞീദ് മദനി വ്യക്തമായി എഴുതി വെച്ചത് ഇങ്ങനെയാണ്: മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരണപ്പെട്ടവരോടോ സഹായം തേടുന്നത് ഷിർക്കാണ്. അതുകൊണ്ട് തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ച ഈ സഹായം പുത്തംവാദികളായ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഷിർക്കാണ് എന്നതിൽ തർക്കമില്ല. കാരണം മറവി രോഗം മാറ്റുക എന്നത് സാധാരണ മനുഷ്യൻ്റെ പരിധിയിൽപ്പെട്ടതല്ല. ഭൗതിക ഡോക്ടർ അല്ലാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇത്തരം സഹായം ചോദിക്കുന്നത് തെറ്റാണെന്ന് സ്വഹാബികൾ വിശ്വസിച്ചിട്ടില്ല. ഈ സംഭവം രേഖപ്പെട്ടു കിടക്കുന്നത് സ്വഹീഹുൽ ബുഖാരിയിലാണെന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.